എല്ലാവർക്കും നമസ്കാരം. VFA 40 ഡേയ്സ് ചലഞ്ചിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇംഗ്ലീഷ് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ബേസ് ആയിട്ട് പഠിച്ചെടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഇമേജ് ബേസ് അങ്ങനെ വെച്ചിട്ടാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. 26ാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് കേട്ടോ. കിരൺ റിജിജു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ തെറ്റാണ്. കാരണം എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ് അല്ലേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 93-ലല്ല, 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. അപ്പോൾ അതവിടെ തെറ്റി. പിന്നെ രണ്ടാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. അത് ശരിയാണ്. ഓക്കെ, 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. പിന്നെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി എന്നിവരായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അതും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി 2, 3 ശരി എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നോക്കാം. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11 അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? MM പരീത് പിള്ളയായിരുന്നു കേട്ടോ. ഒരു ചെയർമാനും 2 അംഗങ്ങളും. ഓക്കെ, അതാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മീഷൻ. സംസ്ഥാന ഗവർണർ പിന്നെ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ശരിയായത് കേട്ടോ. നോക്കി, അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഏതെല്ലാം വരും? വിവരാവകാശ നിയമം എല്ലാം ശരിയാണ് അല്ലേ. എല്ലാം ശരിയാണ്. അഴിമതി തടയുക, പിന്നെ ഉത്തരവാദിത്തം വേണം, സുതാര്യത വേണം അല്ലേ. അപ്പോൾ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? വിവരാവകാശ നിയമം RTA ആക്ട് 2005 അല്ലേ. 2005 പ്രകാരം സുതാര്യത ഉറപ്പാക്കൽ, ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കൽ, അഴിമതി ഇല്ലാതാക്കൽ, പിന്നെ പൗരന്മാരെ ശാക്തീകരിക്കൽ അല്ലേ. നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള അവകാശത്തിലൂടെ സാധാരണക്കാരായ പൗരന്മാരെയും ശക്തരാക്കുക എന്നുള്ളത് ഏതിൽ വരുന്നതാണ്? ഇതിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 അല്ലേ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസറിൽ വച്ച് നടന്ന റംസാർ കൺവെൻഷൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഫെബ്രുവരി 2 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇറാനിലായിരുന്നു കേട്ടോ നടത്തിയിരുന്നത് റംസർ. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാണ്? അത് ഈ ഓപ്ഷനിലില്ല. ആരാണിപ്പോൾ? ബിന്ദു കൃഷ്ണയാണ് കേട്ടോ. ആരാണ്? ബിന്ദു കൃഷ്ണ. ഓക്കെ, ബിന്ദു കൃഷ്ണ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. ഓപ്ഷൻ എ 9. ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20. ഓക്കെ, രാജ്യസഭാ സീറ്റുകൾ 9ഉം ലോക്സഭാ സീറ്റുകൾ 20ഉമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേട്ടോ. ഓക്കെ,
അടുത്ത ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 2024 ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ്. 2025 ആർക്കാണ് ലഭിച്ചത്? 2025 ലഭിച്ചത് KG ശങ്കരപ്പിള്ള. ഓക്കെ, KG ശങ്കരപ്പിള്ളയ്ക്കാണ് കേട്ടോ. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025. 2024 NS മാധവൻ. 2025 KG ശങ്കരപ്പിള്ള. അടുത്ത ചോദ്യം, പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെൻഡൈൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ? 3ഉം 4ഉം. അപ്പോൾ 1ഉം 2നും എന്താ തെറ്റ് വന്നിരിക്കുന്നത്? ഇനാമൽ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ വരണമായിരുന്നു അല്ലേ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്ന് നമുക്ക് പറയാം. ഏതാണ്? ഇനാമൽ എന്ന് പറയാം അല്ലേ? 96% മിനറലുകളാണ് അത് അടങ്ങിയിരിക്കുന്നത്. അതൊരു നിർജീവ കലയാണ് അല്ലേ? ഒരു നോൺ ലിവിങ് ടിഷ്യൂ ആണ്. എന്നാൽ ഡെൻഡൈൻ എന്ന് പറയുമ്പോഴോ അതൊരു ജീവനുള്ള കലയാണ്. ഡെൻഡൈൻ എന്ന് പറയുമ്പോൾ ലിവിങ് ടിഷ്യൂ ആണ്. ഡെൻഡൈൻ ഒരു ജീവനുള്ള കലയാണ്. അത് അസ്ഥിയേക്കാൾ കട്ടിയുള്ളതാണെങ്കിലും എനാമലിനേക്കാൾ കാഠിന്യം എന്താണ്? കുറവാണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ അത് രണ്ടും എന്താണ്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് PSC തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത്തെ ശരിയാണ്. പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. നാഡികളും രക്തക്കുഴലുകളും കാണപ്പെടുന്ന പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലെ ആന്തരഭാഗമാണ്. സിമൻറ്റം എന്ന് പറയുന്നത് പല്ലിനെ മോണയിലെ അസ്ഥിയുമായി ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ്. അതും കറക്റ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എക്സാമിന് മുന്നേ തന്നെ. അപ്പോൾ അതിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ജീവകം E ആണ്, അഥവാ വൈറ്റമിൻ E ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ രാസനാമം എന്താണ്? വൈറ്റമിൻ Eയുടെ രാസനാമം ടോക്കോഫിറോൾ എന്നാണ് കേട്ടോ. ടോക്കോഫിറോൾ അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ടോക്കോഫിറോൾ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ E ആണ് കേട്ടോ. വൈറ്റമിൻ E. അതിൻ്റെ കുറവ് മൂലമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും എന്തൊക്കെ കാണുന്നത്? വന്ധ്യത കാണുന്നത്. അടുത്ത ചോദ്യം, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. പകർച്ചവ്യാധികളും രോഗകാരികളും ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? നോക്കി, കോളറ വൈറസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, സ്ക്രബ് ടൈഫസ് വിബ്രിയ കോളറെ, കുരങ്ങുപനി ബാക്ടീരിയ. ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 2 മാത്രമാണ് അല്ലേ? എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. കോളറ ഏതാണ്? കോളറ ബാക്ടീരിയ ആണല്ലേ. പിന്നെയോ ടൈഫസ് ബാക്ടീരിയ ആണ്. സ്ക്രൈബ് ടൈഫസ് ബാക്ടീരിയ ആണ്. കുരങ്ങുപനി വൈറസാണ് വരുന്നത്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി, അതായത് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പ്രധാന പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത്. 2011 ആരോഗ്യ വകുപ്പും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യവും ചേർന്നാണ് അത് തുടക്കമിട്ടത്. 2011. ഓക്കെ, അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ജനറ്റിക് ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഏതാണ്? ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയുമാണ് കേട്ടോ. 2 മാത്രമാണ് ജനിതക രോഗങ്ങളിൽ വരുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. 3 സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇതിലേത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 1 മാത്രമാണ്. എന്തുകൊണ്ടാണ്?
0 മുതൽ അല്ലെങ്കിൽ ഉപരിതലം മുതൽ 200 മീറ്റർ വരെ യൂഫോട്ടിക്. ഓക്കെ, യൂഫോട്ടിക് ആണ്. 200 to 1000 വരെയുള്ളത് ഡിസ്ഫോട്ടിക് ആണ്. ഓക്കെ, ഡിസ്ഫോട്ടിക് ആണ്. 1000-ന് താഴെ അതേതാണ്? അഫോട്ടിക് ആണ് കേട്ടോ. അഫോട്ടിക് ആണ് വരുന്നത്. എഫോട്ടിക് അല്ലെങ്കിൽ അഫോട്ടിക്. ഓക്കെ, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ഏതാണ്? 2024 സൗദി അറേബ്യ ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് അസർബൈജാൻ ആണ് കേട്ടോ. 2026. ഓക്കെ, ഇപ്പോൾ 26 ഓർത്തു വയ്ക്കുക, അസർബൈജാനാണ് 2026 കേട്ടോ. 26 ആരായിരുന്നു? അസർബൈജാനാണ്. അതിൻ്റെ തലസ്ഥാനമായ ബാക്കു നഗരത്തിലാണ് പ്രധാന ചടങ്ങുകളൊക്കെ നടന്നത്. അതിൻ്റെ തീം എന്തായിരുന്നു? 2026 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. ഓക്കെ, 41ാമത്തെ ചോദ്യം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം നൈജീരിയ. ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ, നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്ന തത്വം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. കൂട്ടത്തിൽ പെടാത്തത് അടുത്തത് മീറ്റർ, സെക്കൻഡ്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഏതാ വരുന്നത്? സെക്കൻഡ് ആണ് വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ദൂരം അളക്കാനുള്ള യൂണിറ്റിൽ വരുന്നതാണ് മീറ്ററും പ്രകാശവർഷവും ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നതോ അത് സമയത്തിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? കോൺകേവ് മിററിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? മിററെ പറ്റിയിട്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഇവിടെ ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചു. അതായത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? യു അല്ലേ? അത് ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 10. അപ്പോൾ -10 സെൻറ്റിമീറ്റർ. പിന്നെ ഉള്ളത് എന്താണ്? വി എന്ന് പറയുന്നത് മിററും ആ ഫോംഡ് ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതെത്രയാണ് തന്നിട്ടുള്ളത്? അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും എത്ര? 40 സെൻറ്റിമീറ്റർ അകലെ. അപ്പോൾ വി എത്രയാണ്? -40. ഇപ്പോൾ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് മിററിൻ്റെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് അത് മൈനസ്. ഇനി ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ അതെന്തായിരുന്നു? +40 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടി നമുക്ക്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, വസ്തുവിലേക്കുള്ള ദൂരം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മിററിൻ്റെ ഫോർമുല വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യണം? ഫോക്കൽ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ ചെയ്യാം. 1/f = 1/v + 1/u എന്നാണ് വരുന്നത്. 1/v + 1/u. കോൺകേവ് മിറർ നെഗറ്റീവ്, കോൺവെക്സ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി എങ്ങനെ കാണാം? നമുക്കറിയാം -v എന്ന് പറയുന്നത് -40ഉം u എന്ന് പറയുന്നത് -10ഉമാണ്. അപ്പോൾ ആ രണ്ട് മൈനസും പോകുമ്പോൾ എങ്ങനെ വരും? 1/f = 1/40. ഇവിടെ -1/10 എന്ന് വരും. ഡിനോമിനേറ്റർ തുല്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് -10നെ 4 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ മുകളിൽ മാറ്റം വന്ന് 4/40 എന്നാവും. ഇനി അത് 1/f = -1 - 4/40 എന്നാവും അല്ലേ? അപ്പോൾ എന്താണത്?
ഇത് നിങ്ങളൊന്ന് എഴുതി പോണേ, എന്നാലാണ് മനസ്സിലാവുള്ളൂ. 1/f ഈക്വൽ -5/40. -5/40 എന്ന് പറയുന്നത് -1/8 ആണ് അല്ലേ. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താകും? -8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, -8. ആൻസർ വരുമ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? 44ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, -8. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ് കേട്ടോ, മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? കുറേ രാജ്യമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ പാശ്ചാത്യ രാജ്യം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ഇറ്റലി ആയിരുന്നു കേട്ടോ. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, കുമ്മായം വെള്ളത്തിൽ കലർത്തുമ്പോൾ ലഭിക്കുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതാണ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത്. ഇനി കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന വെളുത്ത നേർത്ത പാളി ഉണ്ടല്ലോ, അതാണ് ചുവരിന് തിളക്കം നൽകുന്നത്. അതായതാണ് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ. എന്തുകൊണ്ടാണത്? ഹൈഡ്രജൻ വാതകവും അയൺ ക്ലോറൈഡുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തന്നിട്ടുള്ളത്, ഫെറസ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ വാതകവും അയൺ ക്ലോറൈഡുമാണ് ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ സംഭവിക്കുന്നത്. 49ാമത്തെ ചോദ്യം. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഡി സബ്ഷെല്ലിൽ ഡി സബ്ഷെല്ലിൽ 10 അല്ലേ, എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. നമുക്ക് ഇതിൻ്റെയൊക്കെ എന്താണ് ഫിസിക്സും കെമിസ്ട്രിയുടെയും എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. 50ാമത്തെ ചോദ്യം. എന്തിൻ്റെ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? ഏതിൻ്റെ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ്? ഏതാണ്? ഓപ്ഷൻ ബി, ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് കേട്ടോ. ടൈറ്റാനിയം ലോഹം എന്നിവയുടെ ഉൽപ്പാദനത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഇപ്പോൾ പെയിൻറ്റ്, പ്ലാസ്റ്റിക് പേപ്പർ എന്നിവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 50 ചോദ്യമായി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇനി 20 ചോദ്യങ്ങളും കൂടിയാണ് GK പാർട്ടിൽ നിന്നുള്ളത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക്